കാർഷിക വാർത്തകൾ. അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ഇന്ത്യൻ ബസുമതി കയറ്റുമതി വർദ്ധിപ്പിക്കാൻ പുതിയ നീക്കങ്ങൾ. ഇരു രാജ്യങ്ങളിലെയും വ്യാപാര പ്രതിനിധികൾ അടുത്ത മാസം ഇത് സംബന്ധിച്ച ചർച്ചകൾ നടത്തും. ഇന്ത്യയിൽ നിന്നുള്ള ബസ്മതി അരിയുടെ നേരിട്ടുള്ള ഇറക്കുമതി സംബന്ധിച്ച ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യയിലെയും അഫ്ഗാനിസ്ഥാനിലെയും വ്യാപാരികൾ അടുത്ത മാസം കൂടിക്കാഴ്ച നടത്തും. PhD ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രാഥമിക ചർച്ചകൾക്കൊടുവിലാണ് ഈ നീക്കം. പ്രതിവർഷം ഏകദേശം 5 ലക്ഷം ടൺ ബസ്മതി ഉപയോഗിക്കുന്ന അഫ്ഗാനിസ്ഥാൻ ഇതുവരെ പ്രധാനമായും പാകിസ്ഥാനെയാണ് ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിലവിലെ സംഘർഷത്തെ തുടർന്ന് ഇന്ത്യയിൽ നിന്നുള്ള നേരിട്ടുള്ള ഇറക്കുമതി ഉൾപ്പെടെയുള്ള ബദൽ മാർഗങ്ങൾ കാബൂൾ പരിഗണിക്കുകയാണ്. അതേസമയം ഇന്ത്യയും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ നേതൃത്വത്തിലുള്ള ഭരണകൂടവും തമ്മിൽ ഔപചാരിക നയതന്ത്ര ബന്ധമില്ലാത്തത് വ്യാപാരത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. പേയ്മെന്റ് സുരക്ഷയും മറ്റ് നടപടിക്രമങ്ങളും സംബന്ധിച്ച വ്യക്തത ലഭിച്ച ശേഷമേ വലിയ തോതിലുള്ള കയറ്റുമതിയിലേക്ക് കടക്കാനാകൂ എന്നാണ് കയറ്റുമതിക്കാർ പറയുന്നത്. 2020-21 ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലേക്ക് ഏറ്റവും കൂടുതൽ ബസ്മതി കയറ്റുമതി ചെയ്തത്. 19,440 ടൺ അരിയാണ് അന്ന് കയറ്റുമതി ചെയ്തത്. 2026 ഏപ്രിൽ 979 ടൺ ബസ്മതി അരി കയറ്റുമതി ചെയ്തു. ആഗോള വിപണിയിൽ ബസ്മതി കയറ്റുമതി വിപുലീകരിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യക്ക് പാകിസ്ഥാൻ ആധിപത്യം പുലർത്തുന്ന അഫ്ഗാൻ വിപണിയിൽ കൂടുതൽ സാന്നിധ്യം ഉറപ്പാക്കാൻ ഈ സാധ്യത സഹായകമാകുമെന്നാണ് വ്യാപാര രംഗത്തിന്റെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൂനൂർ ലേലത്തിൽ ഓർത്തഡോക്സ് തേയിലയ്ക്ക് ഡിമാൻഡ് കൂടി. ഗുണനിലവാരത്തിനനുസരിച്ച് വിവിധയിനം തേയിലയുടെ വില വർദ്ധിച്ചതായും വ്യാപാരികൾ പറയുന്നു. കഴിഞ്ഞയാഴ്ച കൂനൂർ ലേലത്തിൽ തേയിലയുടെ വില നേരിയ തോതിൽ ഉയർന്നിരുന്നു. ആഭ്യന്തര വാങ്ങലുകാർ കൂടിയതാണ് കാരണം. പരമ്പരാഗത തേയിലയ്ക്കുള്ള ആവശ്യം ഉയർന്നതായും പശ്ചിമേഷ്യയിൽ അടുത്തിടെയുണ്ടായ വെടിനിർത്തലിനെ തുടർന്ന പ്രശ്നങ്ങൾ സാധാരണ നിലയിലായതിനാലും തേയില വിഭാഗത്തിൽ നിന്നുള്ള വാങ്ങൽ മെച്ചപ്പെട്ടതായി വ്യാപാരികൾ പറഞ്ഞു. CTC തേയിലയ്ക്ക് ഗുണനിലവാരത്തിനനുസരിച്ച് 4 മുതൽ 5 രൂപ വരെ വില വർദ്ധിച്ചു. ഇടത്തരം ഇനങ്ങൾക്ക് 1 രൂപ മുതൽ 2 രൂപ വരെയും വില കുറയുകയും ചെയ്തു. മൊത്തത്തിലുള്ള CTC ഇല വിൽപ്പനയിൽ ന്യായമായ ഡിമാൻഡ് കാണപ്പെട്ടു. ഡസ്റ്റ് CTC തേയിലയ്ക്ക് 2 മുതൽ 3 രൂപ വരെ വർദ്ധിച്ചു. പ്രൈമറി ഓർത്തഡോക്സ് പൊടി ഗ്രേഡുകൾക്ക് 5 മുതൽ 6 രൂപ വരെയും വില കൂടിയതായി വ്യാപാരികൾ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി പുനരാരംഭിച്ചതോടെ ഏലക്കായ്ക്ക് വൻ വില വർധന. കർഷകരും വ്യാപാരികളും വൻതോതിൽ ഏലക്ക സംഭരിച്ചു തുടങ്ങിയതായി റിപ്പോർട്ട്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി പുനരാരംഭിച്ചതോടെ ഏലക്ക വിപണിയിൽ വൻ വിലക്കയറ്റം. വിദേശ വിപണി സജീവമായതോടെ ആഭ്യന്തര വിപണിയിലും റെക്കോർഡ് വിലയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ വർഷം ആദ്യമായി 1 കിലോ ഏലക്കയുടെ ശരാശരി വില 3000 രൂപയും കടന്നു. ജൂൺ 22 സ്പൈസസ് ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന RSS സ്പൈസസിന്റെ ഈ ലേലത്തിൽ ശരാശരി വില 3001.04 രൂപയായി ഉയർന്നിരുന്നു. 2025 ഫെബ്രുവരി 12 രേഖപ്പെടുത്തിയ 3036 രൂപയ്ക്ക് ശേഷം ഇതാദ്യമായാണ് ശരാശരി വില വീണ്ടും 3000 തൊടുന്നത്. വരും ദിവസങ്ങളിൽ വിപണിയിൽ വില ഇനിയും വർദ്ധിക്കുമെന്ന സൂചനയുള്ളതിനാൽ കർഷകരും വ്യാപാരികളും വൻതോതിൽ ഏലക്ക സംഭരിച്ചു തുടങ്ങിയിട്ടുണ്ട്. കയറ്റുമതി പുനരാരംഭിച്ചതിനു പുറമെ ആഭ്യന്തര വിപണിയിലെ ഉൽപാദനക്കുറവും വിലക്കയറ്റത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. കടുത്ത വേനലിൽ ഹൈറേഞ്ചിലെ വിവിധ പ്രദേശങ്ങളിൽ ഏലച്ചെടികൾക്ക് വ്യാപകമായി ഉണക്ക ബാധിച്ചിരുന്നു. നിലവിൽ മേഖലയിൽ മഴ ലഭിക്കുന്നുണ്ടെങ്കിലും ഉൽപാദനം പഴയപടിയായിട്ടില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.